സിമ്പിളായിട്ടുള്ള യോഗ പോസുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ക്യാമൽ പോസിലേക്ക് നിൽക്കുവാണ്. നല്ല തൈറോയിഡിന് നല്ല ആശ്വാസവും കാലുകൾ നല്ല ബലം കിട്ടുന്നു, നട്ടലിൽ നല്ല വഴക്കം കിട്ടുന്നു. നല്ലൊരു പോസ്റ്ററാണ്. അതിന് നേരെ അടുത്തൊരു പോസ്റ്റിലേക്ക് ഒരു കൈ നന്നായിട്ട് നീട്ടി ഉയർത്തി ആഞ്ഞു കുനിഞ്ഞ് നമ്മൾ മെല്ലെ കൈ നീട്ടി നമ്മുടെ വയറും കാലും നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, പിന്നെ വയറ് കുറയ്ക്കുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഒരു റിലാക്സേഷൻ പോസ്റ്ററാണ്. നമുക്ക് എത്ര സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ചൈൽഡ് പോസ്റ്റിലിരിക്കുന്ന പോലെ ഇരിക്കുക. നമ്മൾ വീണ്ടും അടുത്തൊരു പോസ്റ്റിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടി കാലുകൾ പതുക്കെ ഫ്രീ ആക്കി നമ്മൾ മെല്ലെ കിടക്കുവാണ്. കാൽമുട്ട് മടക്കി വെച്ച് മെല്ലെ കിടക്കുന്നു. സാധാരണ കിടക്കുന്ന പോലെ നമ്മൾ കിടക്കുവാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ യോഗയൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് നല്ല സപ്പോർട്ട് ഇടാൻ വേണ്ടി ഒന്നുകിൽ തറയിൽ മാറ്റ് വിരിച്ച് കിടക്കാം, അല്ലെങ്കിൽ കട്ടിയുള്ള കട്ടിലൊക്കെ കിടന്നിട്ട് വേണം ചെയ്യാൻ പറ്റും. ഇനി കാല് നല്ല സ്ട്രോങ് ആക്കി വെച്ച് നമ്മൾ മെല്ലെ സാവധാനം ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുവാണ്. അരക്കെട്ട് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാലുകളുടെ ബലമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കാലുകൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മെല്ലെ നമ്മൾ ഹിപ്പ് ഒന്ന് ഉയർത്തി കൈയുടെ സപ്പോർട്ട് കൊടുത്ത് അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്. നമ്മൾ പാലം പോലെ നിൽക്കാൻ ശ്രമിക്കുന്നു. ബ്രിഡ്ജ് പോസിലേക്ക് എത്തുവാണ്. സാവധാനം അങ്ങനെ ഒന്ന് ആ ഒരു പോസിൽ കണ്ടിന്യൂ ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് ആശ്വാസം കിട്ടുന്ന നല്ലൊരു പോസ്റ്ററാണ്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദിവസം ഉണ്ടാകുന്നതല്ല, നമ്മുടെ മസിൽ പെയിനും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ലൊക്കേഷനൊക്കെ കൊണ്ടാണ്. നമ്മൾ ഡെയിലി ഈ രീതിയിലുള്ള സ്ട്രെച്ചുകളൊക്കെ ചെയ്ത് റിലാക്സേഷൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനും ഉത്സാഹത്തിൽ ഓടിച്ചാടി നടക്കാനും ശ്രമിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഷോർട്ട്